മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ വളരെ സന്തോഷപൂർവ്വം ആശംസിക്കുകയാണ്. ഉത്ഥിതനായ യേശു നിങ്ങൾക്ക് തരുന്ന പ്രത്യാശ നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ മരണവും നിസ്തുല മഹത്വമാർന്ന സംഭവങ്ങളാകുന്നത്, യേശുവിന് പ്രാധാന്യം കിട്ടുന്നത് അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ ചൈതന്യത്തിൽ അതിനെ വീക്ഷിക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും സംസ്കാരത്തിനും ശേഷം ശിഷ്യന്മാരെല്ലാവരും നാനാഭാഗങ്ങളിലേക്ക് ഭയപ്പെട്ട് ഓടിപ്പോയി. അവർ യഹൂദരെയും റോമൻ ഭരണാധികാരികളെയും വളരെയേറെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ യേശു 11 പ്രാവശ്യം ശിഷ്യന്മാർക്ക് തൻ്റെ ഉത്ഥാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ധൈര്യം വീണ്ടെടുക്കുകയും അവരെ വലിയ വിശ്വാസബോധ്യം ഉള്ളവരാക്കി തീർക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മഗ്ദലന മറിയത്തിനും സാവൂളിനും പ്രത്യക്ഷപ്പെട്ട് അവരെ എല്ലാം വലിയ ഉത്ഥാനത്തിൻ്റെ ആ വലിയ ചൈതന്യത്തിൽ ഊർജ്ജസ്വലരാക്കി എന്ന് നമുക്കറിയാം. യേശു മഗ്ദലന മറിയത്തിനും മറ്റ് സ്ത്രീകൾക്കും പ്രത്യക്ഷപ്പെട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ശിഷ്യന്മാരോട് പറയുവിൻ, താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മുടെ ദേവാലയങ്ങളിൽ അതിരാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ വരുന്ന സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ ജീവിതം കൊണ്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ മഹനീയമായ ഒരു മാതൃകയാണ്. ആ ചൈതന്യം ഉത്ഥിതനായ യേശു നിങ്ങൾക്ക് പകർന്നു തന്നിരിക്കുന്നതാണ്. ആ ചൈതന്യം ഉജ്ജ്വലിപ്പിക്കുവാൻ നിങ്ങൾക്ക് കൂടുതലായി ഈ ഉയർപ്പ് തിരുനാൾ പ്രേരണയാകട്ടെ. യേശു തിബേരിയസ് കടൽ തീരത്ത് പത്രോസിനും മറ്റ് ശിഷ്യന്മാർക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈ വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. യേശുവിൻ്റെ വചനമനുസരിച്ച് അവർ വലയിറക്കിയപ്പോൾ അവർക്ക് വള്ളം മുങ്ങുവോളം മത്സ്യത്തെ ലഭിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, വലതുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എപ്പോഴും നന്മയുടെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കരുണയുടെയും ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട് ജീവിത വിജയം ലക്ഷ്യമാക്കി മുന്നേറുക. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ്. ആ ചൈതന്യം നിങ്ങളിൽ എല്ലാവരിലും ധാരാളമായി ഉണ്ടാകട്ടെ. യേശു ആ സംഭവത്തിന് ശേഷമാണ് ഏത് പത്രോസാണോ യേശുവിനെ ഒറ്റിക്കൊടുത്തിയ ആ സമയത്ത്, കോഴി കൂവിയ ആ സമയത്ത് യേശുവിനെ തള്ളിപ്പറഞ്ഞത്, ഉപേക്ഷിച്ചു പോയത്, അതേ പത്രോസിനെ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം. നോക്കുക, അടിമുടി മാറ്റമുണ്ടാകണമെങ്കിൽ അവർക്ക് വിശ്വാസത്തിൽ നല്ല അനുഭവം ഉണ്ടായിരുന്നിരിക്കണം. ഉത്ഥാനത്തിൽ അവർ ഉറച്ച് വിശ്വസിച്ചിരുന്നു. യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ട ആ ബോധ്യം അവർക്ക് നൽകി എന്നതുകൊണ്ട് മാത്രമാണ്. യേശു നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, തോമാ, നീ ഇവിടെ വരൂ, നിന്റെ കൈവിരൽ ഇവിടെ കൊണ്ടുവരൂ, എൻ്റെ ആണിപ്പാടുകൾ കാണൂ, എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കരങ്ങൾ വയ്ക്കൂ, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക.
അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ശിഷ്യന്മാർക്കൊക്കെയും വലിയ ബോധ്യമുണ്ടായി എന്ന് നമുക്കറിയാം. അതുപോലെ ക്രൈസ്തവരെ കൊല്ലുവാനായി പുറപ്പെട്ട സാവൂളിനെ കുതിരപ്പുറത്തു നിന്ന് മറിച്ചിട്ട് അവന് വിശ്വാസത്തിന്റെ ബോധ്യം നൽകിയത് ഉത്ഥിതനായ യേശുവാണ്. അതുകൊണ്ടൊക്കെ പ്രിയപ്പെട്ടവരെ, ആ ധൈര്യമെല്ലാം വീണ്ടെടുത്ത ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിൽ ജെറുസലേം നഗരത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ്: ജെറുസലേം നിവാസികളെ, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ കേൾക്കുവിൻ. നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന യേശു ക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിന് സാക്ഷികളാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാനത്തിന്റെ സന്ദേശമാണ്, ഉത്ഥാനത്തിന്റെ സുവിശേഷമാണ് അന്നു മുതൽ ഇതുവരെയും സഭ ഏറ്റവും പ്രധാനമായി പ്രഘോഷിക്കുന്നത്. അങ്ങനെ യേശുവിൻ്റെ ഉത്ഥാനം ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ യേശുവിൻ്റെ ജീവനിലും മരണത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതുപോലെ നമ്മളും മരണശേഷം ഉത്ഥാനം ചെയ്യുമെന്ന് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നമ്മൾ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം പങ്കുകാരാകുന്നുവെങ്കിൽ, നമ്മൾ അതിനോട് ഐക്യപ്പെടുന്നുവെങ്കിൽ, അവന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് നാം ഐക്യപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് സഭയുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസ പ്രഘോഷണ സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വലിയ മൗലിക സത്യമാണ് ഉയർപ്പിൻ്റെ സന്ദേശം. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറയ്ക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളിലെല്ലാം പിടിച്ചു നിൽക്കുവാൻ വേണ്ട ആത്മീയ കരുത്ത് ഉത്ഥാനനായ ക്രിസ്തു നമുക്ക് നൽകുന്നു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ രോഗങ്ങളിൽ, കുട്ടികളുടെ പരീക്ഷയിൽ, ജോലിയുടെ കാര്യത്തിൽ, വിവാഹത്തിൻ്റെ കാര്യത്തിലെല്ലാം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ അതിജീവിക്കുവാൻ വേണ്ട ആത്മീയമായ കരുത്ത് ഉത്ഥിതനായ ക്രിസ്തു നമുക്ക് നൽകുന്നു. നമ്മൾ നാശത്തിലേക്കല്ല, നമ്മൾ വലിയ ഉയർച്ചയിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരെയും മരണസമയത്തും നമുക്ക് സന്തോഷത്തോടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകണമെങ്കിൽ ഉത്ഥിതനായ യേശുവിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് എന്ന വലിയ ബോധ്യം നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കതുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ മരണസമയത്തും എല്ലാം പ്രത്യാശ നൽകുന്ന ഉജ്ജ്വലമായ ഒരു സത്യമാണ് യേശുവിൻ്റെ ഉയർപ്പും അനുദിന ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട യേശുവിൻ്റെ ഉയർപ്പ് എന്ന യാഥാർത്ഥ്യവും. ഉത്ഥിതനായ യേശുവിൻ്റെ ജീവൻ നമ്മിൽ നിലനിൽക്കുന്നതിനാൽ നമുക്കിന്ന് മരണത്തെ ഭയമില്ല, നമുക്ക് രോഗത്തെ ഭയമില്ല, നമുക്ക് പ്രതിസന്ധികളെ ഭയമില്ല. യേശുവിൻ്റെ ഉത്ഥാനം അനുസ്മരിച്ചുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഉത്ഥാന ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ യേശുവിൻ്റെ ഉത്ഥാനത്തോട് ചേർന്ന് നിൽക്കുകയാണ്, അതിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആത്മാവിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് എത്തുകയും നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മളതൊരു അനുഭവമായി മാറ്റുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം
നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസക്കുറവിനെ പരിഹരിക്കുവാൻ അനുദിനമുള്ള ഞായറാഴ്ചകളിലുള്ള വിശുദ്ധ കുർബാന നമ്മളെ സഹായിക്കട്ടെ. ഉത്ഥിതന്റെ ചൈതന്യം നമ്മളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ വലിയ സന്തോഷത്തോടെ ഒരു വലിയ വിശ്വാസിയുടെ ആനന്ദകരമായ പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഉത്ഥിതനായ യേശുവിൻ്റെ ചൈതന്യം നിങ്ങളിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും. ആമേൻ.